പോയിട്ടില്ല, ഒരു ധ്യാനം കൂടിയിട്ടില്ല. പക്ഷേ കൂടേണ്ട കാര്യം ഞാൻ കർത്താവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അതൊരു ജന്മം കൊണ്ടാണ് കൂടിയിരിക്കണത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ലാതെ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് 10,000 ഇവിടെ സുവിശേഷ സാക്ഷ്യം, ലോകത്തിൽ അസ്തമിക്കാത്ത സാക്ഷ്യത്തിന് സൂര്യൻ അസ്തമിക്കാത്ത ഒരിടം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരു ജന്മമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ഒരുമിച്ച് പാടുക. കൃപാസനത്തിൻ്റെ അമ്മേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. മിനി ജോസഫ് എന്നാ ചെയ്യണത്? അവർ ഈ പത്രം കൊടുക്കുമ്പോൾ റൗണ്ട് സൗത്തിലുള്ള എല്ലാവിധ ഓട്ടോക്കാരെടുത്തും ഈ പത്രം കൊണ്ട് കൊടുക്കണമെന്ന് അറിയാമോ? ഓരോരുത്തരും കൊടുത്ത് ഉടനെ വെറുതെ കൊടുത്തിട്ടും പോരുകയല്ല. അവർ പറഞ്ഞ് ആശുപത്രി പത്രം കൊടുക്കുമ്പോൾ ഞാൻ നിർത്തി. ഞാൻ എന്താണ് ആശുപത്രി പത്രം കൊടുപ്പോൾ നിർത്തിയെന്നറിയാമോ? ഞാൻ ചെല്ലുമ്പോൾ കൃപാസനം പത്രം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ എന്നും പറഞ്ഞ് കുറേ പ്രസിദ്ധീകരണങ്ങളുണ്ട്, അവിടെ വെച്ചേക്കാൻ വേണ്ടി ഉടനെ അവിടുത്തെ വാച്ച്മാൻ പറയും. അങ്ങനെ അവിടെ വെച്ച ഒരു കുന്നുകണക്കിന് കൃപാസനം പത്രം ഓരോ ആശുപത്രിയുടെ പാർലറുകളിൽ, സന്ദർശന മുറികളിൽ ഷോ കേസിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയെന്ന്. അത് കാണുമ്പോൾ സങ്കടം തോന്നണം, ദൈവസ്നേഹമുള്ളവർക്ക് സങ്കടം തോന്നും. ഞാനത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് തൃശ്ശൂർ റൗണ്ട് സൗത്തിൽ വന്നിട്ട് ഓരോ ഓട്ടോറിക്ഷക്കാരെടുത്തും കൊടുക്കും. എന്താണ്, അവർ ഓട്ടോ ഓടുമ്പോൾ വായിച്ചിട്ട് സമയം കിട്ടുമ്പോൾ അവർക്ക് സമയം കിട്ടും, അവർക്ക് വായിച്ചിട്ട് അവർ പത്രം ഓട്ടോറിക്ഷയിൽ വെക്കും. അപ്പോൾ യാത്രക്കാരൻ വന്ന് അതെടുത്തുകൊണ്ട് പോയിക്കൊള്ളും. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഈ പത്രം കൊടുത്തിട്ട് പറയും, ഞാൻ പോയി സുഖപ്പെട്ട സ്ഥലമാണത്, മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, നിങ്ങളും പോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പം എന്താ സംഭവിച്ചാൽ മക്കളെ, നമ്മളെ ദൈവ സ്നേഹം ഉണ്ടെങ്കിൽ ഉടമ്പടി ശരിക്കും ഹാച്ചാകും. കോഴിമുട്ടയൊക്കെ നമ്മൾ ഹാച്ചാകല്ലേ അല്ലേ? മുട്ടയൊക്കെ പൊരുന്നാൻ വെക്കുമ്പോൾ അത് ഹാച്ചാകുമ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റഡ് ചൂടൊക്കെ കൊടുത്ത് കൃത്രിമമായിട്ട് ഇൻക്യുബേറ്ററിൽ ചെയ്യണത് സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഇതെല്ലാം ഹാച്ചാകുന്ന, ഉടമ്പടി ഹാച്ചാകുന്നത് ഇതുപോലെ ലിമിറ്റഡ് ദൈവസ്നേഹത്തിൻ്റെ ചൂട് വേണം. അതിന് വിശ്വാസത്തിൻ്റെ ചൂട് വേണം. വിശ്വാസത്തിൻ്റെ ചൂടുണ്ട്, ദൈവസ്നേഹത്തിൻ്റെ ചൂടുണ്ടെങ്കിൽ ആ ചൂടുള്ളവർ എന്തു ചെയ്യും? അവർ ആശുപത്രി ചെന്നിട്ട് പത്രം എടുത്തുകൊണ്ട് വന്നിട്ട് വിവരം പറഞ്ഞിട്ട് തെരുവീതികളിൽ അത് കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ പോയ സ്ഥലമാണിത്, കർത്താവ് ജീവിക്കുന്ന സ്ഥലമാണിത്, നിങ്ങൾക്കും പ്രയാസപരം പോകണം, നിങ്ങൾ ദൈവം അവിടെ കാത്തിരിപ്പുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്വന്തം സാക്ഷി അനുഭവത്തിലൂടെ പാടണം, എല്ലാവരും പാടണം. ദിവ്യകാരുണ്യമേ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഉടമ്പടി വളരെ സിമ്പിളാ. എന്താ കാര്യം? ഇതിന് ഇത്രയും കാര്യങ്ങളൊക്കെ മതി, ഇത് പെട്ടെന്ന് ഹാച്ചാവും. അതുപോലെ തന്നെ നമ്മൾ സറണ്ടർ ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസ്നേഹമുള്ളവർ സറണ്ടർ ചെയ്യും. ദൈവസ്നേഹമുള്ളവർക്ക് എന്തൊരു അറിയുക? ദൈവസ്നേഹമുള്ളവർക്ക് ദൈവം തന്നെ ഇപ്പം അവരോട് എന്താ പറഞ്ഞത്? ഉടമ്പടി അവർ എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈശോ ചെവി പറഞ്ഞ് ഭവനം എഴുതാൻ പറയും. കർത്താവ് ഈശോയ്ക്ക് ഇഷ്ടം അത് ഉടമ്പടിയിലൂടെ കൊടുത്തിട്ട് മാതാവിനെ മഹത്വപ്പെടുത്തുകയാണ് ഉദ്ദേശം. മനസ്സിലായില്ലേ? ഇതിനകത്തുള്ള അവർ തമ്മിലുള്ള ഏർപ്പാടുകളാണത്. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവർ ഈശോ പറഞ്ഞെന്ന് അതിനോട് പറഞ്ഞത് അല്ല, മാതാവ് പറഞ്ഞെന്നല്ല പറഞ്ഞത്. അവരെഴുതി കൊണ്ടിരിക്കുമ്പോൾ പറയും ഭവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവനം കൊടുക്കാൻ ഈശോ നേരത്തെ തീരുമാനിച്ചു. പക്ഷെ അത് മാതാവ് ത്രൂ കൊടുക്കണമെന്നാണ് ഈശോയുടെ ഒരു പദ്ധതി. അതാണ് കാനായി സംഭവിച്ചത്. അത് തന്നെയാണ്. കാനായിൽ ആ വെള്ളമൊക്കെ വീഞ്ഞാക്കാനൊക്കെ കർത്താവ് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ ആദ്യമായിട്ട് കൈനീട്ടം കൊടുക്കണമെങ്കിൽ അത് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണമെന്നാണ്. കൈ ഇടിച്ചിട്ട് ലലിയ ഉടമ്പടി ഒരു ദൈവവിളിയാണ്. എന്തിനുള്ള ദൈവവിളിയാണ്? ദൈവത്തെ സ്നേഹിക്കാൻ ഉള്ളൊരു തീരുമാനമാണത്. നിങ്ങൾ ദൈവത്തെ കറയില്ലാതെ അങ്ങോട്ട് സ്നേഹിക്കാൻ അങ്ങോട്ട് തീരുമാനിച്ചു. എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചാടിക്കാരി വസ്തുവിക്കാനാണെന്ന് പറയണത്. അപ്പത്തിന് അടി മോന്തൊക്കെ പാഴ്സൽ കിട്ടും. വെറുതെ എന്തിനാണ് വന്ന് പണി മേടിക്കണത്? ദൈവത്തെ സ്നേഹിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു വക്കീലുണ്ടായിരുന്നു. വക്കീലിൻ്റെ പേരെന്നാ റോബിൻ തോമസ്, അഡ്വക്കേറ്റാണ്, കോഴിക്കോട്. അപ്പം വക്കീലിൻ്റെ ഒരു സാക്ഷ്യവും പറയണത് ഉടമ്പടി ഞാനേ ഞായറാഴ്ച കുർബാനക്കൊക്കെ പോകുന്ന ആൾ തന്നെയാണ്. അയാൾ പറഞ്ഞ രസം, വക്കീലാണ്, ഞാൻ ഞായറാഴ്ച കുർബാനക്കൊക്കെ പോകുന്ന ആൾ തന്നെയാണ്. പക്ഷെ എനിക്ക് വിശ്വാസം അത്ര കണ്ട് എല്ലാ കാര്യവും അങ്ങോട്ട് ദഹിക്കണില്ല. അപ്പം വിശ്വാസം എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുടുംബ പ്രാർത്ഥനയൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കൂടും, പകുതി കൂടും, മുക്കാൽ കൂടും, ചിലപ്പോൾ കൂടത്തില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതം അങ്ങോട്ട് മാറിപ്പോയി. വക്കീൽ പറഞ്ഞത് എൻ്റെ രസമാണ്. വക്കീലിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവാ? പാവപ്പെട്ടവൻ 19 കൊല്ലം കോടതിയിൽ നല്ല ഹൈ ക്ലാസ് വക്കീലാണ്. പക്ഷേ ഇപ്പോഴേ അങ്ങനെ കോടതിയിൽ ഒരു പുതിയ തസ്തിക വന്ന്. എന്നാ തസ്തിക എന്ന് വെച്ചാൽ അസിസ്റ്റൻ്റ് ഗവൺമെൻറ് പ്ലീഡറിൻ്റെ ഒരു തസ്തിക. അപ്പോൾ തസ്തിക വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് കോൾ ഫോർ ചെയ്ത്, പുള്ളി ആപ്ലിക്കേഷൻ വെച്ച്. അതൊരു ജോലിയാണല്ലോ, ഗവൺമെൻറ്റിന് ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അപ്പോൾ കേസ് ഇല്ലെങ്കിലും ഗവൺമെൻറ് കേസ് നമുക്കുണ്ടാവും. നമുക്ക് ഈ ഗവൺമെൻറ് കേസിന് വേണ്ടി അറ്റൻഡ് ചെയ്താൽ മതി. ഗവൺമെൻറ്റിൻ്റെ സർക്കാർ ഭാഗത്തുനിന്ന് നമ്മൾ സർക്കാരിൻ്റെ ആളായിട്ട് കോടതിയിൽ അറ്റൻഡ് ചെയ്താൽ മതി. ശമ്പളം കിട്ടുന്ന ജോലിയാണത്. അപ്പോൾ ഞാൻ 19 കൊല്ലം ആയല്ലേ ഇത് ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് നാളെ ഇങ്ങനെ ശമ്പളമുള്ള ജോലി ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങേര് അതിന് ആപ്ലിക്കേഷൻ വെച്ചു. അപ്പോൾ 8 പേരുടെ ആപ്ലിക്കേഷൻ കോടതിക്ക് കിട്ടി. 8 പേരുടെ ആപ്ലിക്കേഷൻ കിട്ടി. അപ്പോൾ അത് കളക്ടറാണ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ കളക്ടർ എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ അത് മുഴുവനും ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തു. ആപ്ലിക്കേഷനില്ല, ഈ ഗവൺമെൻറ് പ്ലീഡറിൻ്റെ ആപ്ലിക്കേഷൻസ് 8 ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തു. ജില്ലാ ജഡ്ജിക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിനുശേഷം അത് പാസ്സായി വന്നപ്പോൾ ഇങ്ങയുടെ പേരൊഴിച്ച് ബാക്കി ഇങ്ങയുടെ പേര് പോയി. വേറെ 1-2 പേരുടെ പേര് പോയിട്ടുണ്ട്. 2-3 പേർക്കേ അത് കിട്ടിയുള്ളൂ. പക്ഷേ ഇയാൾ നോക്കി, ഇയാൾക്ക് സീനിയോറിറ്റി ഉണ്ട്, ഇന്ന് വരെ ലീഗൽ സ്യൂട്ട്സ് ഒന്നും ഇല്ല ഇയാൾക്കെതിരെ. അപ്പോൾ ഇയാൾക്കൊരു സങ്കടമാവും, എനിക്ക് കിട്ടേണ്ട ജോലിയാണല്ലോ. അപ്പോൾ ഇയാൾ അമ്മയോട് പറയും,
അപ്പോൾ ഇയാൾ ഒന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തിട്ട് പറയും, അപ്പോൾ ഇത് പോയില്ല. അപ്പോൾ അമ്മയോട് പറയും, അമ്മ ഇത് എനിക്ക് കിട്ടേണ്ടതാണിത്. ഉടമ്പടി എടുത്ത് ഈ കാശുരൂപമായിട്ട് ഈ മനുഷ്യൻ, അപ്പം ഞാൻ എൻ്റെ ക്ലാസ് എല്ലാം ശ്രദ്ധിച്ചിരുന്നത് ഈ അഡ്വക്കേറ്റുകാരും ഡോക്ടർമാരും എൻജിനീയേഴ്സും ഒക്കെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ചില ആൾക്കാർ അവർക്ക് കൂടുതലുള്ള കാരണം ഉടമ്പടി ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കേണ്ട കുറേ കണ്ടൻസുകളുണ്ട് അതിൻ്റെ അകത്ത്. ചില ചേച്ചിമാരത് ധ്യാനപ്രസംഗം പോലെ കൂടണം, അതുകൊണ്ടാണ് അവർക്കൊന്ന് കിണിയാമണി അറിയാൻ പാലാതെ വരുന്നതിൻ്റെ കാര്യത. ചിലർ എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് റിട്ടേൺസ് ഉണ്ട്, വളവിട്ട വരുമാനം ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ വളവിടാൻ ശാസ്ത്രീയമായിട്ട് അവർ വളവിടും അതിൻ്റെ അകത്ത്. അപ്പോൾ വക്കീൽ നോക്കുമ്പോൾ ഇത് കാര്യം കറക്റ്റ് സംഭവം, ഈ പറഞ്ഞ ഉടമ്പടി പറയുന്ന സംഭവം ടെക്നിക്കലായിട്ട് ഓക്കെ ആയിട്ട് വർക്കൗട്ട് ചെയ്യണതാണ്. എനിക്കാണെങ്കിൽ പുള്ളിക്കാരനാണെങ്കിൽ സർവീസ് കേസൊന്നും ഇല്ല, പിന്നെ ആവശ്യത്തിന് സീനിയോറിറ്റി ഉണ്ട്, പിന്നെ കിട്ടാതിരിക്കാൻ ന്യായമില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അമ്മയോടെ വന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ പുള്ളിക്കാരെ ഈ കാശ് രൂപ വാങ്ങിച്ചുകൊണ്ട് പോകും. ഉടമ്പടി എടുത്ത് കാശും കൊണ്ട് പുള്ളി വീണ്ടും ജില്ലാ ജഡ്ജിയുടെ ചേംബറിൽ ചെല്ലും. അങ്ങനെ ചെല്ലാൻ പാടില്ല. ഉടമ്പടി എടുക്കുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ദൈവം പുതിയ എന്തൂസിയാസം കൊടുക്കുമല്ലോ. ഈ കാശുരൂപം പിടിച്ച് ഉടമ്പടി കാശുരൂപം പിടിച്ച് പ്രമാണം ചെല്ല് ജില്ലാ ജഡ്ജിയുടെ ചേംബറിൽ ചെല്ലും. സാറേ, ഞാനിങ്ങനെ ലീഗൽ ഗവൺമെൻറ് പ്ലീഡറിന് ആപ്ലിക്കേഷൻ വെച്ചായിരുന്നു, റിജക്റ്റായി. സാർ അതൊന്ന് ആപ്ലിക്കേഷൻ ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജില്ലാ ജഡ്ജി, ഞാനിപ്പോൾ കോടതി കേസ് കണ്ടുപോകണം, ഈ ജനങ്ങൾക്ക് വേണ്ടി എടുത്ത കേസുള്ള കാരണം നമുക്കറിയാം പല ജഡ്ജിമാരും പല മൂടാണ്. ചില ജഡ്ജിമാർ അവിടെ നിന്നിട്ട് സംസാരിച്ചാൽ തന്നെ എല്ലാത്തിനും കയറ്റി അവിടെ അടിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. ചില ജഡ്ജിമാർ അല്പം മൊബൈലൊക്കെ വിളിക്കില്ല ചില പ്രതികൾ അവിടെ നിന്ന് വെച്ചു. ചിലർ ജഡ്ജിമാർ സംസാരിക്കുമ്പോൾ തന്നെ അപ്പോഴത്തേക്ക് പോലീസ് വന്ന് 500 നമ്മൾ ചാർജ് ചെയ്യും, പിന്നെ കാശും പോവും ആളും പോവും. അങ്ങനെ പല കോടതി ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ ജഡ്ജിമാർക്ക് മൂഡൗട്ടാണെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ജഡ്ജിയോട് പറഞ്ഞു. അപ്പോൾ ജഡ്ജി ഒന്ന് ചിരിച്ച്, എന്താ കാര്യം ചെയ്യാൻ പുള്ളിക്കാരൻ പറഞ്ഞത്, ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് പോയത്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഉടമ്പടി കാശുരൂപം ഉണ്ടെങ്കിൽ അത് മോശയുടെ വടി പോലെയായിരിക്കും. മോശയ്ക്ക് ദൈവം കൊടുത്ത വടിയാണ്. അത് വെച്ച് ചെങ്കടലിൻ്റെ മേലെ ദൈവനാമത്തിൽ വീശുമ്പോൾ കടൽ പിളർക്കും. അല്ല, നമ്മൾ കൈകൊണ്ട് വെള്ളം കോരിയാൽ പോണ കേസല്ലത്. ദൈവം തന്നെ പിളർത്തും. നിന്നോട് കടലിൻ്റെ മീതെ കൈ കാണിക്കാനേ പറഞ്ഞിട്ടുള്ളെന്ന് പറയും. അപ്പോൾ അതുപോലെ ഉടമ്പടിയിലെ മാതാവാണ് നിങ്ങളുടെ കൂടെ വരണത്. വക്കീലിൻ്റെ കാര്യം മനസ്സിലായി. ഉടമ്പടി വെള്ള ഉടമ്പടി സിൽവർ ഗ്രേ ആണെന്ന് പറഞ്ഞ ചില മൊണ്ണകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിലൂടെ മാതാവാണ് കൂടെ വരണമെന്നും അതെങ്ങനെയാണ് അത് ജീവിക്കേണ്ടതെന്നും വക്കീലിൻ്റെ കാര്യം മനസ്സിലായി. വക്കീൽ മാതാവിനെയും കൊണ്ട് ഇന്നപ്പോൾ തന്നെ ജഡ്ജി ചിരിച്ചും പറഞ്ഞ്, ശരി, നിങ്ങൾ ബാർ അസോസിയേഷനിൽ ചെന്നിട്ട് നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, വക്കീലുമാരുടെ സംഘടനയില്ലേ, സ്വഭാവ സർട്ടിഫിക്കറ്റ്. സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്ന് പിന്നെ നിങ്ങളുടെ സീനിയോറിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് സക്സസ് ക്ലർക്കിന് കൊടുത്ത് അത് എന്നിട്ട് റിമൈൻഡ് ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരം ഈ മനുഷ്യൻ വീണ്ടും മാതാവിൻ്റെ ഉടമ്പടി കാശുരം വെച്ച് ജഡ്ജിൻ്റെ ചേംബർ ചെല്ലുമ്പോൾ ജഡ്ജി പറയും, ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ക്ലർക്കിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് റിസൾട്ട് നോക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ ക്ലർക്കിൻ്റെ ഓഫീസിൽ നിന്ന് റിസൾട്ട് നോക്കുമ്പോൾ പുള്ളിക്കാരനെ ഗവൺമെൻറ് പീരീഡ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത്, ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം വക്കീലിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വക്കീൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. വക്കീൽ പറയണത്, അമ്മേ, എൻ്റെ കയ്യിൽ നിന്ന് സാധനം വിട്ടുപോയി, റിജക്റ്റഡായി, അതാണ് വിഷയം, എനിക്കിനി മെറിറ്റില്ല. അതാണ് ഉടമ്പടി ശാസ്ത്രീയമായിട്ട് പഠിച്ചിരിക്കുകയാണ്. എനിക്കിനി എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഞാൻ തോറ്റു, ഞാൻ റിജക്റ്റഡായി, എനിക്കിനി മെറിറ്റില്ല, ഇനി അമ്മയുടെ ഗ്രേസ് മാത്രമേ ഉള്ളൂ. ഇനി അമ്മയുടെ, എനിക്ക് യോഗ്യതയില്ല, ഇനിയുള്ള യോഗ്യത എന്താണ്? അമ്മ നൽകുന്ന കൃപയാണ്. ദൈവത്തിൻ്റെ കൃപ മാത്രമേ യോഗ്യതയുള്ളൂ.
അതങ്ങോട്ട് തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴേ ഈസി ആയിട്ട് നോട്ട് ബൈ മെറിറ്റ് ഈ സാധനം വർക്ക് ചെയ്യാൻ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. എൻ്റെ ദൈവപൈതൽ, നീ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നവർ പോലും, ഞാൻ നിങ്ങളോട് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അതായത് ദൈവവുമായിട്ടുള്ള യാത്ര പക്ക അൺറീസണബിൾ വാക്കിംഗ് ആണ്. അതിൻ്റെ അകത്ത് റീസണബിൾ വാക്കിംഗ് ഇല്ല. ഫെയ്ത്ത് വാക്കിങ്ങിൻ്റെ അകത്ത് റീസണൊന്നും ഇല്ല. കത്തോലിക്ക സഭയുടെ ഒരു പരാജയം എന്ന് പറയണത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി റീസൺ വെച്ചു എന്നുള്ളതാണ്. റീസൺ ഇല്ല അവിടെയെങ്കിലും. അതായത് ആവശ്യമില്ലാത്ത, ഇപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഫിലോസഫി പഠിപ്പിച്ചിട്ടിട്ട് ലക്ഷങ്ങളെ ഇങ്ങനെ റീസണിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ സഭയിൽ പരിശുദ്ധമായി പ്രവർത്തിക്കുന്നതിന് ചില സമയത്ത് അൺറീസൺ ആയിട്ടുള്ള വാതിലൂടെ ആയിരിക്കും വന്ന് പ്രവർത്തിക്കണത്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ വേണ്ടി നിൻ്റെ യുക്തിയുടെ വാതിലും ജനലും ഉണ്ടാക്കി കൊടുക്കരുത്. അതാണ് ഏറ്റവും വലിയ അയുക്തി എന്ന് പറയണത്. എന്തെങ്കിലും പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 2008 ഞാൻ മനോരമ പത്രം എടുത്ത് നോക്കിയപ്പോഴേ സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നോ, സെൻട്രൽ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ്. അപ്പം ഞാൻ 2087 മുതൽ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ പുനരുദ്ധരിക്കാൻ വേണ്ടി പുത്തമ്മാന, അമ്മാനം, ദേവാസ, വെളിപ്പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, ചവിട്ടുനാടകം വരെയുള്ളതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും റിസർച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിസരമായിട്ട് കേരളം മുഴുവൻ അരഞ്ഞിറക്കണം. അങ്ങനെ ഞാൻ സാഹിത്യ അക്കാദമി പഠിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ഒരു കാലം. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതായിരിക്കുമല്ലോ, സീനിയർ ഫെലോഷിപ്പാണ്. കേരളത്തിൽ 2 പേർക്ക് കിട്ടത്തുള്ളൂ. ഞാൻ എൻ്റെ ആത്മകഥയിൽ അത് എഴുതിയിട്ടുണ്ട്. അതല്ല പ്രശ്നം. ആർക്കാണ് ആ വർഷം സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത്? ഫിസിക്സ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചവർക്കാണ്. ഫിസിക്സ് ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് പഠിച്ചുള്ള സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉണ്ടാക്കിയിട്ടുള്ള ഇന്നൊവേഷൻസിന് വേണ്ടിയാണ്. ഫിസിക്സിൻ്റെ തിയറം വെച്ചുകൊണ്ട് അവർ, അല്ലെങ്കിൽ ഫോർമുല വെച്ചുകൊണ്ട് അവർ തനതായിട്ട് കണ്ടുപിടിച്ച ചില പരീക്ഷണ ഉപകരണങ്ങൾക്കാണ് അവർ ഗവൺമെൻറ് സീനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നത്. 2 ലക്ഷം രൂപയാണ്. അത് വലിയൊരു അവാർഡാണ്. എനിക്കുണ്ട് ഫിസിക്സ് പഠിച്ചിരിക്കണത്. ഞാൻ പഠിച്ചിരിക്കുന്നത് എന്താണ്? സഭയുടെ സാംസ്കാരിക കലാപേദങ്ങളെ പഠിച്ചിരിക്കുന്നത്. ഞാൻ അതിന് പകരം ചവിട്ടുനാടകത്തിൻ്റെ ഒരു പ്രോജക്റ്റ് അയച്ചു കൊടുത്തു. ഇവിടെ മെറിറ്റ് ഉണ്ടാകും. നോൺസെൻസ് അല്ലേ, അട്ടർ നോൺസെൻസ് അല്ലേ, ഇവിടെ മെറിറ്റില്ലല്ലോ. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണ്? ഗ്രേസ്ഫുള്ളാണ്, ദൈവമാണ് ഇവിടെ നിൽക്കുന്നത്. അതാ വിഷയം. നിങ്ങളെ റീസൺ വഴികളിലൂടെ പോയിട്ടുള്ളവരെ ദരിദ്രനാരായണന്മാരായിട്ട് ഗതികിട്ട പ്രേതങ്ങളായിട്ട് അവസാനിക്കും വിശ്വാസ വഴികളിൽ. ഒരു സംശയമില്ല. കാരണം ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ റീസൺ ദൈവത്തോടുള്ള സ്നേഹം മാത്രമാണ്. അല്ല ബുദ്ധിയുടെ തലക്കനമല്ല, യുക്തിയുടെ തരത്തിലുള്ള വിശ്ലേഷണ പദ്ധതികളൊന്നുമല്ല. നിങ്ങൾ ഉള്ളി പൊളിച്ചോട് പോയിട്ട് എവിടെ പോകാനാണ്? ഒരിടത്തും പോകാനില്ല. അവസാനം എന്ന് പറഞ്ഞിരിക്കും, ഒരു കഥയില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ എന്താണ് ഗ്രേസ് എന്ന് നിങ്ങൾ അറിയും. അപ്പോഴേ ആർക്കാണ് തന്നിരിക്കണത്? ആ വർഷത്തെ ഫെലോഷിപ്പ് കിട്ടിയിരിക്കുന്ന ആൾക്കാണ്. എനിക്കാണ് 1ാം സ്ഥാനം. പ്രൈസ്തലാണ്. അതെന്താ കാര്യം? ഞാൻ നടന്ന വിശ്വാസത്തിൻ്റെ വഴികളാണ് നിങ്ങളോട് പറയണത്. ഞാൻ നടന്ന വിശ്വാസത്തിൻ്റെ വഴികളാണ്. എന്നേക്കാൾ സീനിയറായിട്ടുള്ള എന്തുമാത്രം ആൾക്കാരുണ്ട്, എന്നേക്കാൾ യോഗ്യതയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പേരിൽ ഒരാളവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന് ഈ ലോകത്തിലുള്ള വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൂടെ അറിവോടുകൂടിയാണ് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവവേദലെ കൃപയ്ക്ക് ഒരു സ്പേസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത്, നീ വിശ്വസിക്കുമ്പോൾ തികച്ചും വിശ്വസിക്കണം, കലർപ്പില്ലാതെ വിശ്വസിക്കണം, കാപഠ്യമില്ലാതെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. യോനയുടെ പുത്രനായ ശിമെയോനെ നീ എന്നെ സ്നേഹിക്കുന്നു വന്ന് 15 കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവ് എന്ത് സ്നേഹമാണ് ഉദ്ദേശിക്കുന്നത്? നിനക്ക് പത്രോസിനോട് കർത്താവ് എന്താണ് ചോദിച്ചത്? യോനയുടെ പുത്രനായ ശിമെയോനെ, അല്ലെങ്കിൽ ഓരോ മനുഷ്യ പൈതലെ, ഓരോ വിശ്വാസി ദൈവ പൈതങ്ങളെ, നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് ശരണപ്പെടാനുള്ള സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് സാക്ഷ്യമായി ജീവിക്കാനുള്ള സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉപകർത്താവേ എന്ന് ജീവിതം കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് പറയാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടമ്പടി നല്ല ശരിക്കും ബേണാവും. കൈയടിച്ച് കൊടുക്കട്ടെ. ഹല്ലേലൂയ.
വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ, വിശ്വാസം പതരാതെ, വിശ്വാസിയെ പതരാതെ. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസിയെ പതരാതെ, വിശ്വാസിയെ പതരാതെ. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ആൾത്താരെ ഈ സമയത്ത് പകർന്നു നൽകിയ ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉൾച്ചൂട്, ആ ചൂടോടുകൂടി നിങ്ങൾ ജീവിക്കാൻ നീ തീരുമാനമെടുക്കുക. ആ സ്നേഹത്തിലും ആ വിശ്വാസത്തിലും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ ഉയർകൊള്ളുന്ന ഒരു വലിയ വിശ്വാസ സാക്ഷി ജീവിതത്തിൻ്റെ ജീവിത പങ്കാളിയായി മാറാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ശിരസിൽ കൈവച്ചു, രണ്ട് കൈകളും ശിരസിൽ കൈവച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി കൈനീട്ടി പ്രാർത്ഥിച്ച് ഓരോ വിഷയത്തിനു മേലും ദൈവികമായ ശക്തി ഇറങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ദൈവം കൃപയാൽ തണുപ്പിക്കുന്ന അതേ ദൈവസ്നേഹത്താൽ നിങ്ങളെ അഭിഷേകം ചെയ്യുന്ന വലിയ നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവിന് ഗാനം ആലപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകളെടുക്കുക. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അഭിഷേകത്തിലേക്ക് വരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോട് നടത്തിയിടുന്നു. ബല
കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം എന്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും ഹല്ലേലൂയ 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 ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവ ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ആത്മാവ ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ കൈകളെ ശിരസിൽ കൈവച്ചുകൊണ്ട് അതിശക്തമായ ആത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കട്ടെ. സ്തുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ കർത്താവായ യേശുവേ, നിന്റെ ദാനവും ശക്തിയുമായ പരിശുദ്ധാത്മാവിനാൽ അവരുടെ മക്കളെയും നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ രക്തം ഉച്ച മുതലേ ഉള്ളംകാല് വരെ നിറയട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും രക്തഞരമ്പുകളിലും അസ്ഥിക്കുഴകളിലും ഓരോ സൂക്ഷ്മ ഞരമ്പുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. സൃഷ്ടികളെ മുഴകൾ കർത്താവെ, തകർന്നിട്ടുള്ള എല്ലാവിധ ഡാമേജ് ആയിട്ടുള്ള ശാരീരികമായ ആന്തരിക അവസ്ഥകൾ, കർത്താവ് ത്വക്ക് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കർത്താവേ ഹൃദയ രോഗങ്ങൾ, മസ്തിഷ്കത്തിൻ്റെ രോഗങ്ങൾ, സ്പൊണ്ടിലോസിസ് അസുഖങ്ങൾ, കർത്താവ് പിസിയുടെ അസുഖങ്ങൾ, നടുവേദനകൾ, കിഡ്നി അസുഖങ്ങൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിലിൻ്റെ അസുഖങ്ങൾ കർത്താവെ സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിയുടെ മക്കളെ, സ്തുതിയുടെ മക്കളെ, കർത്താവ് സ്തുതിയുടെ സ്തുതിയുടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഈ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.